86 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തുടങ്ങിയ ഒരു ചെറിയ ബേക്കറി ലോകത്തിലെ തന്നെ മികച്ച റെസ്റ്റോറന്റുകളിലൊന്നായി മാറിയതെങ്ങനെയാണ്? അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ ഒരച്ഛനും മകനും തുടങ്ങിയ സംരംഭം കേരളവും ഇന്ത്യയും കടന്ന് ലോകത്തിന്റെ പല കോണുകളിലുമെത്തി. നമ്മുടെ കോഴിക്കോട് ടൗണിൽ 1939 റിട്ടയർഡ് റെയിൽവേ ഓഫീസറായിരുന്ന ഗോവിന്ദൻ പണിക്കയിലും മകൻ വത്സനും ചേർന്ന് ഒരു ചെറിയ ബേക്കറി തുടങ്ങുന്നത്. കുറച്ച് ബ്രെഡും മട്ടൻ പഫ്സും ഒക്കെയായിരുന്നു പ്രധാന വിഭവങ്ങൾ. സംഗതി ക്ലിക്കാകാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. ഖൽബിൽ സ്നേഹമുള്ള കോഴിക്കോട്ടുകാർക്കിടയിൽ മുഹബത്തിന്റെ മറ്റൊരു പീടിക കൂടി തുറന്നു. ബേക്കറി വളർന്നതോടെ വത്സൻ അതിനെ ഒരു റെസ്റ്റോറന്റ് ആക്കി മാറ്റി. കലക്കൻ ഒരു പേരുമിട്ടു, പാരഗൺ റെസ്റ്റോറന്റ്. അക്കാലത്തെ അധികാരിയായിരുന്ന ബ്രിട്ടീഷുകാരന്റെ ഭാര്യയാണ് ഇങ്ങനെ ഒരു പേരിന് പിന്നിലെന്നും കഥയുണ്ട്. പ്രപഞ്ചത്തിലെ സ്ട്രോങ്ങസ്റ്റ് എലമെന്റായ വജ്രം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തികൾ ഉരച്ചു മൂർച്ചപ്പെടുത്തുന്ന കല്ലിനെയാണ് ഗ്രീക്കിൽ പാരഗൺ എന്ന് വിളിക്കുന്നതെന്നും ചരിത്രം പറയുന്നു. അന്നാട്ടിൽ പ്രചാരമുണ്ടായിരുന്ന മാപ്പിള തെയ്യ വിഭാഗങ്ങളുടെ ഭക്ഷണമായിരുന്നു പാരഗണിലെ മെനുവിലുണ്ടായിരുന്നത്. പുറം നാടുകളിൽ പോലും പ്രചാരം നേടിയ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായ രുചികൾ വിളമ്പിയെങ്കിലും കാര്യങ്ങളൊന്നും അത്ര മികച്ച രീതിയിലായിരുന്നില്ല. ഇതിനിടയിൽ 1978 വത്സന്റെ മരണം. സാമ്പത്തിക പ്രതിസന്ധികളും സമ്മർദ്ദവും താങ്ങാനാവാതെ ബിസിനസ്സിൽ പരാജയം ഏറ്റുവാങ്ങി ഹൃദയാഘാതം വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നാലെ ഭാര്യ സരസ്വതി ബിസിനസ് ഏറ്റെടുക്കുന്നു. ഒരമ്മയ്ക്ക് മാത്രം സാധിക്കാൻ കഴിയുന്ന സാമർഥ്യത്തോടെ അവർ റെസ്റ്റോറന്റും കുടുംബവും നോക്കി നടത്തി. പക്ഷേ നിലനിൽപ്പ് അത്ര എളുപ്പമായിരുന്നില്ല. സാമ്പത്തിക ബാധ്യത ഏറെയുണ്ടായിരുന്നു. റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ. ജീവനക്കാർക്കും മടുത്തു തുടങ്ങിയിരുന്നു. 90കളുടെ തുടക്കത്തിലാണ് അടുത്ത തലമുറയുടെ രംഗപ്രവേശം. ആലങ്കാരികമായി പറഞ്ഞാൽ ഇവിടെ നിന്നാണ് പാരഗൺ എന്ന ബ്രാൻഡിന്റെ ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. പത്മരാജനെയും ബോളിവുഡ് സിനിമകളെയും ആരാധിച്ചിരുന്ന, വലുതായാലും ഒരു സിനിമാക്കാരനാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, തത്വചിന്തയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സുമേഷ് ഗോവിന്ദ്, അതായത് വത്സലന്റെയും സരസ്വതിയുടെയും മകൻ, ബിസിനസ് ഏറ്റെടുക്കുന്നു. മുന്നിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചേ തീരുമെന്ന ചിന്തയിൽ നിന്നും സുമേഷ് ഗോവിന്ദ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു: ലെറ്റ്സ് ഫിക്സ് ദിസ്. അച്ഛനും അച്ചാച്ചനും അമ്മയും നടത്തിയ കുടുംബ ബിസിനസ് നോക്കി നടത്തൽ മാത്രമായിരുന്നില്ല സുമേഷ് ഗോവിന്ദിന്റെ ദൗത്യം. മൊത്തത്തിലുള്ള പൊളിച്ചെഴുത്തായിരുന്നു ആ യുവാവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഓരോ ചേരുവകളും മാറ്റി മാറ്റി പരീക്ഷിച്ചത് പലവട്ടമാണ്. ഒരൊറ്റ ലക്ഷ്യമായിരുന്നു മുന്നിൽ: ബിരിയാണി. ഒരു ദിവസം തന്റെ ലക്ഷ്യത്തിലെത്താൻ സുമേഷ് ഗോവിന്ദിന് കഴിയുക തന്നെ ചെയ്തു. ആ ബിരിയാണിയാണ് പാരഗണിന്റെ ഹൃദയത്തുടുപ്പായത്. കോഴിക്കോട് ടൗണിലേക്കുള്ള ഓരോ യാത്രകളും പാരഗണിലെ ബിരിയാണി ചെമ്പിലെ രുചിയറിയാൻ കൂടിയായത് വളരെ പെട്ടെന്നാണ്. ആത്മവിശ്വാസം വീണ്ടെടുത്തതോടെ കോഴിക്കോട് വിട്ട് പാരഗൺ വളർന്നു. കൊച്ചിയിലെ ഔട്ട്ലെറ്റ് ഹിറ്റായി. തിരുവനന്തപുരത്തേത് സൂപ്പർ ഹിറ്റും. കടൽ കടന്ന് ദുബായിലെത്തിയതോടെ കാര്യങ്ങളെല്ലാം 360 ഡിഗ്രിയിൽ മാറി. ദുബായിൽ മലയാളികൾ ഏറെയുള്ള കരാമയിലായിരുന്നു പാരഗണിന്റെ ഷോപ്പ്. വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായി പാരഗൺ മാറി. മലയാളികളിൽ നിന്ന് രുചിപ്പെരുമ കേട്ടറിഞ്ഞ മറ്റു രാജ്യക്കാരും ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങി. 2023 അപ്രതീക്ഷിതമായി പാരഗണിൽ ഒരു VIP ഭക്ഷണം കഴിക്കാനെത്തുന്നത്. ഭൂമിയും കടന്ന് ബഹിരാകാശത്ത് വരെ എത്തിയ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ യാത്രിക സാക്ഷാൽ സുനിത വില്യംസ് ആയിരുന്നു അന്നത്തെ അതിഥി. പാരഗണിലെ കാരറ്റ് ഹൽവ രണ്ടാമത് ചോദിച്ചു വാങ്ങി കഴിച്ചാണ് അവർ മടങ്ങിയതെന്ന് അന്നുണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഒരിക്കൽ ബിസിനസ്സിൽ വിജയിച്ചാൽ പിന്നീട് ഒരിടത്ത് ഇരുന്നാൽ മതി, കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി പോകുമെന്ന്. എന്നാൽ മറ്റേത് ബിസിനസ്സുകാരനെയും പോലെ സുമേഷിന്റെയും പാരഗണിന്റെയും യാത്രയും അത്ര എളുപ്പമായിരുന്നില്ല. തെറ്റുകളിൽ നിന്ന് പഠിച്ച് നിരന്തരമായ തിരുത്തലുകളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. മറ്റെന്തിനേക്കാളും ഉപരി ടീമിനെ കെട്ടിപ്പടുക്കാനും അവരുടെ കഴിവുകൾ തേച്ചുമിനുക്കാനും സുമേഷ് സമയം കണ്ടെത്താറുണ്ട്. കസ്റ്റമേഴ്സിന് വിളമ്പുന്ന ഭക്ഷണം പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഷെഫുമാരെ വിദേശ രാജ്യങ്ങളിൽ വരെ വിട്ട് പരിശീലനവും നൽകുന്നുണ്ട്. കഴുത്തറുപ്പൻ ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തത്വജ്ഞാനിയുടെ ദീർഘവീക്ഷണമാണ് സുമേഷ് ഗോവിന്ദിനെ നയിക്കുന്നത്. ഇന്ന് പാരഗൺ കേവലം ഒരു ബ്രാൻഡ് മാത്രമല്ല, മലയാളിയുടെ രുചിഭേദങ്ങൾക്ക് മികവ് പകരുന്ന അടയാളം കൂടിയാണ്. മലബാറിലെ നൊസ്റ്റാൾജിക് രുചികൾ വിളമ്പുന്ന സൽക്കാര എന്ന ബ്രാൻഡ് 1999 പാരഗൺ തുടങ്ങുന്നത്. അറബിക് വിദേശ വിഭവങ്ങൾ തയ്യാറാക്കുന്ന എംഗ്രിലിനും വലിയ സ്വീകാര്യതയുണ്ട്. കഫേകളോടുള്ള കമ്പം കൂടിയെന്ന് മനസ്സിലാക്കിയാണ് ബ്രൗൺ ടൗൺ എന്ന കഫേ ബ്രാൻഡിന് തുടക്കമിട്ടത്. ചായക്കൊതിയന്മാർക്ക് വേണ്ടി ചായ് എന്നൊരു ബ്രാൻഡും പാരഗണിനുണ്ട്. അപ്പം ആൻഡ് കോ, മീറ്റ് ആൻഡ് മാക്കറൽ, കഫേ കാലിക്കറ്റ്, ഫോർട്ട് പാരഗൺ എന്നീ ബ്രാൻഡുകൾക്ക് പിന്നിലും മറ്റാരുമല്ല, വിപണിയുടെ പൾസ് അറിഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ. ഇതിനിടയിൽ പാരഗണിന് തേടിയെത്തിയ പുരസ്കാരങ്ങളും നിരവധിയാണ്. ടേസ്റ്റ് അറ്റ്ലസിന്റെ 2023 വേൾഡ് മോസ്റ്റ് ലെജൻഡറി റെസ്റ്റോറന്റുകളിൽ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ 7 എണ്ണത്തിൽ ഒന്നായിരുന്നു പാരഗൺ. ആഗോളതലത്തിൽ 11ാം സ്ഥാനം ലഭിച്ചു. എണ്ണം പറഞ്ഞ പല ഇന്ത്യൻ റെസ്റ്റോറന്റുകളെയും പിന്നിലാക്കി രാജ്യത്ത് 1ാമത് സ്ഥാനം പാരഗണിലെ ബിരിയാണി ചെമ്പിന് കഴിഞ്ഞു.
ലക്നൌവിലെ തുണ്ടേ കബാബ്, കൊൽക്കത്തയിലെ പീറ്റർ കാറ്റ്, ഡൽഹിയിലെ കരീംസ് പോലുള്ള വമ്പന്മാരെ പിന്നിലാക്കിയെന്ന പെരുമ വേറെയും. ലക്ഷ്യത്തിലെത്തിയെന്നോർത്ത് വിശ്രമിക്കാനും സുമേഷ് ഗോവിന്ദും ടീമും തയ്യാറല്ല. ഇന്നും കിച്ചണുകളിൽ ഓടിയെത്തി എല്ലാ കാര്യങ്ങളും സുമേഷ് നോക്കി നടത്തുന്നു. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി ലക്ഷക്കണക്കിന് പേരാണ് പാരഗണിലെ രുചി അറിയുന്നത്. പണ്ട് കഴിച്ച രുചി മാറാതെ ഇന്നുമുണ്ടെന്ന് എല്ലാവരുടെയും അനുഭവ സാക്ഷ്യം. ഈ കൺസിസ്റ്റൻസി തന്നെയാണ് പാരഗണിന്റെ വിജയവും. നിങ്ങളായിരിക്കുകയും സ്വപ്നങ്ങളെ നിരന്തരം പിന്തുടരുകയും ചെയ്താൽ ഇതുപോലത്തെ വിജയം തേടിയെത്തുക തന്നെ ചെയ്യും. ആളുകൾ മടുപ്പില്ലാതെ നിങ്ങളെ തേടി വരുന്നതിലാണ് വിജയം. ഒരൊറ്റ ഓവനിൽ തുടങ്ങി കോടികളുടെ വരുമാനമുള്ള ബിസിനസ് സാമ്രാജ്യമായി മാറിയ പാരഗണിന് പറയാനുള്ളത് മറ്റൊരു കഥയല്ല. ദിസ് ഈസ് പാരഗൺ, എ മാസ്റ്റർ ക്ലാസ് ഇൻ ബിസിനസ് ബിൽറ്റ് ഓൺ ഖൽബിലെ ബിരിയാണി. പങ്കുവയ്ക്കും തോറും രുചിയേറുന്ന ഭക്ഷണം പുഞ്ചിരിയോടെ വിളമ്പിത്തരുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. ദിസ് ഈസ് ധനം ബ്രാൻഡ് കഥ. മറ്റൊരു ബ്രാൻഡിന്റെ കിടിലൻ കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ. ബ്രാൻഡ് കഥ.